പ്രണവിന് ഞാൻ മാട്രിമോണി പ്രപ്പോസലാണ്. അപ്പോൾ ഫസ്റ്റ് പ്രണവ് ഞങ്ങൾ റിജക്റ്റ് ചെയ്ത ഒരു പ്രപ്പോസലാണ്. കാരണം എന്താ വെച്ചാൽ വേറൊന്നുമല്ല, ഡിസ്റ്റൻസ് കൊല്ലം, ഞാൻ ട്രിവാൻഡ്രം ആണ്. അപ്പം എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ട്രിവാൻഡ്രത്ത് എന്നെ അടുത്ത് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നോക്കുമായിരുന്നു. എനിക്ക് ശരിക്കും മാട്രിമോണി, എനിക്കൊരു ലവ് മാരേജ് ഒക്കെ ആയിരുന്നു താല്പര്യം. എനിക്ക് മാട്രിമോണിയിൽ ഒട്ടും അറിഞ്ഞൂടാത്ത ഒരാളായിട്ട് ഞാൻ എങ്ങനെ സെറ്റ് ആവും എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിലെ ചെറുതിലെ പറയുമായിരുന്നു എനിക്ക് മാട്രിമോണി പറ്റത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ചിരിക്കും, എനിക്ക് പറ്റിയ ഒരാളെ തന്നെ വന്നു. ആള് ഭയങ്കര കാണുമ്പോഴേ പ്രണവ് ഇച്ചിരി ആറ്റിറ്റ്യൂഡ്, ആള് ബോക്സറാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ പിന്നെ നമ്മൾ സെറ്റായി. ഇപ്പൊ ഓക്കെയാണ്, എനിക്ക് എൻ്റെ വൈഫിന് പറ്റിയ ഒരാളെ തന്നെ കിട്ടി. നമ്മുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പം ശ്രീകുട്ടി 3 വയസ്സല്ലേ. ശ്രീകുട്ടി എടുത്തിട്ടാണ് നമ്മുടെ കല്യാണത്തിന് വലിയേച്ചി വരുന്നത്. ആ ശ്രീകുട്ടി ഇപ്പം ഈ ശ്രീകുട്ടിയുടെ കല്യാണത്തിന് നമ്മൾ നിൽക്കുന്നു. സോ ഹാപ്പി. ഓക്കെ, പ്രിയപ്പെട്ട ശ്രീകുട്ടിക്കും പ്രണവിനും വിഷിംഗ് യു എ വെരി ലോങ് ഹാപ്പി മാരീഡ് ലൈഫ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ് ഫോർ എവർ. ശ്രീകുട്ടി എൻ്റെ സ്വന്തം അനിയത്തി പോലെ അല്ല, എൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ്. നമ്മൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. സോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അനിയത്തി കല്യാണം കഴിഞ്ഞ് പോകുന്ന പോലെ അല്ല, എൻ്റെ സ്വന്തം മോളുടെ കല്യാണം കഴിഞ്ഞ് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ശരിക്കും മിസ് ചെയ്യും കേട്ടോ നീ പോയി കഴിയുമ്പോൾ. ഗീതുവിനും പ്രണവിനും ശ്രീകുട്ടിക്കും ഹാപ്പി മാരീഡ് ലൈഫ്, എല്ലാവിധ ആശംസകളും.
चल